മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 91-ാമത്തെ ദശകത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബലപ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസാവർപ്പയാമി. ജാത്യാപീഹ സ്വപാകസ്ത്വയി നിഹിതമനഃ കർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാസ്ത്വത്പദാദ്വിപ്രവര്യ. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഭക്തി ഉണ്ടെങ്കിൽ എവിടെ എങ്ങനെയൊക്കെ ആയാലും ശരി, ഭഗവത് ഭക്തി ഉറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും പരാജയം വരില്ല എന്നാണ്. അവിടെ ലൗകിക ജീവിതം നയിച്ചാലും, ഏതെല്ലാം കണ്ണടച്ചുകൊണ്ട് ലൗകിക ജീവിതം നയിച്ചു കഴിഞ്ഞാലും അവിടെ ഒരിക്കലും വീഴ്ച സംഭവിക്കില്ല എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ഇതിൽ ഭൂമൻ, സർവശക്തനായിട്ടുള്ളവനെ, എല്ലാറ്റിനും ശക്തിയുണ്ട്. ഭഗവാൻ എന്താ വിചാരിച്ചാൽ ചെയ്യാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ല. അതാണ് ഭൂമൻ എന്നുള്ളതായിട്ടുള്ള ആ സർവശക്തനായിട്ടുള്ള ഭഗവാനെ കായേന വാചാ മുഹുരപി മനസാ, കായം കൊണ്ട്, കായം ച ശരീരം, ശരീരം കൊണ്ടോ, കായേന വാചാ വാക്കുകൊണ്ടോ, പുനരപി മനസാ മനസ്സുകൊണ്ടോ. കായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീര അവയവങ്ങളാണ്, ഇതായിട്ട് ബാഹ്യമായിട്ടുള്ള അവയവങ്ങളെയാണ് കായം എന്നുള്ള. ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ഇതൊക്കെയാണല്ലോ ഉള്ളത്. ബാഹ്യമായിട്ട് നമുക്ക് സ്പർശിക്കാവുന്നതായിട്ടുള്ള അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് കായേന. ചിലപ്പോൾ നടക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യുക, അതൊക്കെ ശരീരം കൊണ്ടുള്ളതായിട്ടുള്ള പ്രവൃത്തികളാണ്. കായേന വാചാ, വാക്കുകൊണ്ട് പലതും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പറയുക എന്നുള്ളത് സംസാരം കൊണ്ടുള്ളതായിട്ടുള്ള പ്രവൃത്തികൾ. വാചാ മുഹുരപി മനസാ, ചിലപ്പോൾ അതും ഉണ്ടാവില്ല, ശരീരം കൊണ്ടും ഉണ്ടാവില്ല, കായം കൊണ്ടും ഉണ്ടാവില്ല, മനസ്സുകൊണ്ടാവും പ്രവർത്തിക്കണത്, അല്ലേ? മനസ്സ് എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പോലും മനസ്സ് പ്രവർത്തിക്കാണ്ടിരിക്കണില്ല. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചും കൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും മനസ്സ് എന്നുള്ളതാണ്. അങ്ങനെ പ്രവൃത്തികൾ പലതും ചെയ്യുന്നുണ്ട് നമ്മൾ എന്നാണ്. ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട് ഒക്കെ നമ്മൾ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ, മുഹുരപി കൂടാതെ കണ്ട് വീണ്ടും മനസ്സുകൊണ്ട്, ഇങ്ങനെയൊക്കെ യദ്യത് കുർവേ ത്വദ്ബല പ്രേരിതാത്മാ യദ്യൽ കുർവേ. യദ്യൽ കുർവേ, എന്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ, കുർവേ എന്ന് വെച്ചാൽ ഉത്തമപുരുഷനാണ്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ഞാൻ കായം കൊണ്ട്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ പലതും ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഒന്നും ഫലം എനിക്ക് വേണ്ട എന്നുള്ളതാണ്. യദ്യൽ കുർവേ സമസ്തം, ഞാൻ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം തന്നെ സമസ്തം ത്വയി അസാവർപ്പയാമി തദിഹ പരതരേ ത്വയി അസൗ അർപ്പയാമി. ത്വയി അർപ്പയാമി, ഞാൻ അതൊക്കെ അങ്ങയിൽ തന്നെ അർപ്പിക്കുന്നു എന്നാണ്. എനിക്ക് ഞാൻ ചെയ്യണതിൻ്റെ ഫലമൊന്നും എനിക്ക് വേണ്ട, ഞാൻ ചെയ്യുന്നത് മുഴുവൻ അങ്ങയിൽ തന്നെ അർപ്പിക്കുന്നു എന്നാണ്. ഭഗവാൻ തന്നെ, അതിൻ്റെ ഫലമൊക്കെ ഭഗവാൻ തന്നെ കിട്ടിയാൽ മതി, എനിക്ക് ഒന്നിൻ്റെയും ഫലം വേണ്ട. ഞാൻ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, എൻ്റെ സ്വഭാവം അതായതുകൊണ്ട് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങ് എന്നെ ഓരോ പ്രവൃത്തികൾ ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് സാധ്യമല്ല. എങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ത്വദ്ബല പ്രേരിതാത്മാ, അങ്ങയുടെ ബലം കൊണ്ട്, അങ്ങയുടെ ശക്തി കൊണ്ട് പ്രേരിതമായിട്ടാണ് ഞാൻ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യണത്. അല്ലാണ്ട് എന്നെ അങ്ങ് പ്രേരിപ്പിക്കാതെ കണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടോ? ഇല്ല. അങ്ങ് എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് എനിക്ക് പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കണത്. അത് പലതരത്തിലുള്ളതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണു. അപ്പോൾ അതിനൊന്നിനും എനിക്ക് അധികാരമില്ല എന്നാണ്. അങ്ങയുടെ പ്രേരണ കൊണ്ട് ഞാൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ, കായം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും വാക്കുകൊണ്ടായാലും
ഞാൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾക്കൊന്നും അധികാരം എനിക്കില്ല. ഞാനതിനൊന്നും അധികാരിയല്ല. അതൊക്കെ ഞാൻ അങ്ങയിൽ തന്നെ അർപ്പിക്കുന്നു എന്ന് പറയാണ്. ഇതൊന്നും ചെയ്യണത് ഞാനല്ല, അങ്ങ് എന്നെ കൊണ്ട് ചെയ്യിക്കുക മാത്രമാണ് ചെയ്യണത്. അങ്ങ് എന്നെ കൊണ്ട് പ്രേരിപ്പിക്കുന്നു, ഓരോന്ന് ചെയ്യാനായിട്ട് അങ്ങ് എന്നെ പ്രേരിപ്പിക്കുന്നു. അതനുസരിച്ച് ഞാൻ ചെയ്യണു. അല്ലാണ്ട് ഒന്നും എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യണതല്ല. പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്യണത് എൻ്റെ ഇഷ്ടത്തിനല്ല, അങ്ങ് എന്നെ ചെയ്യിക്കുന്നതുമാണ് ഞാൻ ചെയ്യണത് എന്നുള്ളതാണ്. ത്വദ്ബല പ്രേരിതാത്മാ, അങ്ങയുടെ ബലം കൊണ്ട് പ്രേരിതനായിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതൊക്കെ അസൗ. അസൗ എന്ന് വെച്ചാൽ സ്വതേ ഇവൻ എന്നുള്ളതാണ് അർത്ഥത്തിൽ. അപ്പോൾ അസൗ എന്നുള്ളത് പ്രയോഗിക്കുമ്പോൾ അർപ്പയാമി എന്നുള്ളതായിട്ടുള്ള ഉത്തമ പുരുഷൻ പാടില്ല. സ്വതേ അഹം എന്നുള്ളത് പ്രയോഗിക്കുമ്പോഴേ ഉത്തമ പുരുഷൻ അഹം ആവാം വയം, അതിൽ 3 ഏകവചനവും ദ്വിവചനവും ബഹുവചനവും പ്രയോഗിക്കുമ്പോഴേ ഉത്തമ പുരുഷൻ ക്രിയാപദമായിട്ട് പ്രയോഗിക്കാറുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇവിടെ അസൗ എന്നുള്ളത് ഞാൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, ഇവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവൻ ചൽ ഈ ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അസൗ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അസൗ അഹം എന്ന് അധ്യാഹരിക്കണം. അതും കൂടിയും വേണം. ഈ അർപ്പയാമി എന്ന് ചേരുമ്പോൾ ഉത്തമ പുരുഷൻ ഉണ്ടെങ്കിൽ അവിടെ അഹം എന്നുള്ളത് വരും. അല്ലെങ്കിൽ അഹം എന്നോ ആവാമെന്നോ വയം എന്നോ ഏതെങ്കിലും ഒന്ന് ഉത്തമ പുരുഷൻ പ്രയോഗിച്ചിരിക്കുന്നത് ഏതാണ് നമ്പറാണ് എന്ന് വെച്ചാൽ വചനം ഏതാണ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഹം ആവാം വയം ഇതിലേതെങ്കിലും ഒന്ന് കർത്തൃപദമായിട്ട് വരാണ്ടിരിക്കില്ല. അപ്പോൾ അഹം അർപ്പയാമി എന്നെടുത്തോളണം. അസൗ അഹം, ഈ ഞാൻ എന്നുള്ളതായിട്ടുള്ള അർത്ഥം അവിടെ കിട്ടും. ഈ ഞാൻ അർപ്പയാമി അർപ്പിക്കുന്നു. എന്തെല്ലാം അങ്ങ് ഞാൻ മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടോ കായം കൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്യുന്നുണ്ടോ അതൊക്കെ അങ്ങയുടെ പ്രേരണ കൊണ്ട് ചെയ്യുന്നതാണ്. അതെല്ലാം തന്നെ ഞാൻ അങ്ങയിൽ തന്നെ അർപ്പിക്കുന്നു. അങ്ങയ്ക്ക് എന്നെ തരുന്നു. അതൊക്കെ അങ്ങയിൽ അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ശക്തി കൊണ്ടല്ല അതൊന്നും ചെയ്തത് എന്നുള്ളതാണ് ചെയ്യുന്നത്. ജാത്യാബീഹ സ്വപാക, ഇനി ജാതി കൊണ്ട് സ്വപാകനായിരിക്കാം. സ്വപാകൻ എന്ന് വെച്ചാൽ ശ്വാവിനെ കൂടി ഭക്ഷിക്കുന്നവൻ, പാകം ചെയ്യുന്നവൻ എന്ന്, അതായത് വൃഷളൻ എന്നൊക്കെ ഉള്ളതായിട്ട് ചണ്ടാളൻ എന്നുള്ളതായിട്ടുള്ള അർത്ഥമാണ് സ്വപാക ശബ്ദം സ്വതേ പ്രയോഗിക്കാറ്. ചണ്ടാളന്മാരാണ് അവർ. ഇതായിട്ട് ശ്വമാംസം കൂടി ഉപയോഗിക്കും എന്നുള്ള നിലയിൽ, അതായത് പ്രാകൃതരായിട്ടുള്ള ആളുകൾ എന്ന് സാരം. സ്വപാക അഭി, സ്വപാകനാണെങ്കിലും അതായത് ചണ്ടാളനാണെങ്കിൽ പോലും ജാത്യ അഭി ഇഹ സ്വപാക, ജാതി കൊണ്ട് ചണ്ടാലനാണെങ്കിലും ത്വയി നിഹിതമനാഹ, അയാളുടെ ത്വയി നിഹിത മനഃകർമ്മവാഗിന്ദ്രിയാർത്ഥ, ത്വയി നിഹിതമായിട്ടുള്ള മനസ്സ് വാക്ക് കർമ്മങ്ങൾ ഇതൊക്കെ അങ്ങയിൽ ഉറപ്പിച്ചിട്ടാണ് ചെയ്യണത് എങ്കിൽ സ്വഭാകനായിരിക്കാം. പക്ഷെ അയാൾ ചെയ്യുന്നതൊക്കെ അങ്ങയിൽ അർപ്പിച്ചുകൊണ്ടാണ് എങ്കിൽ, അതായത് അങ്ങാണ് അയാളെ പ്രേരിപ്പിക്കുന്നതും അങ്ങാണ്, സ്വഭാകനെ പ്രേരിപ്പിക്കുന്നതും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അവൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സ്വഭാകനാണെങ്കിൽ പോലും ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോൾ നല്ലതല്ല എന്ന് വരാം. പക്ഷേ അവനും ചെയ്യുന്നത് അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് എന്ന് മാത്രമല്ല, അയാളും ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. എന്താണ്? ത്വയി നിഹിത മനഃകർമ്മവാഗ്, അങ്ങയിൽ നിഹിതമായിട്ടുള്ള ഉറപ്പിച്ചതായ മനസ്സ്, കർമ്മം, വാക്ക്. കർമ്മം എന്നുള്ളത് അവിടെ കായം കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളെയാണ് പറയണത്. അങ്ങനെ മനസ്സും കർമ്മവും വാക്കും ഇന്ദ്രിയാർത്ഥ പ്രാണഹ എന്ന് മാത്രമല്ല, ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങൾ, വിഷയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, അതൊക്കെ എന്തെല്ലാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തെല്ലാം വിഷയങ്ങളെ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ അങ്ങയിൽ തന്നെ അർപ്പിക്കുന്നു എന്നാണ്. ഇന്ദ്രിയാർത്ഥ പ്രാണഹ, പ്രാണനെയും അവരവരുടെ ശ്വാസോച്ഛ്വാസത്തിനെ പോലും അങ്ങയിൽ അർപ്പിക്കുന്ന എന്ന ആണ്. അങ്ങനെയുള്ളതായിട്ടുള്ള അയാൾ സ്വഭാകനാണെങ്കിലും വൃഷളനാണ് എങ്കിലും സ്വഭാക അഭി പ്രാണോ വിശ്വം പുനീതേ, അങ്ങനെയുള്ള വിശ്വം പുനീതേ, വിശ്വത്തിനെ മുഴുവൻ, പ്രപഞ്ചത്തിനെ മുഴുവൻ ശുദ്ധമാക്കുന്നു എന്നാണ്. അയാൾക്ക് സ്വയം ശുദ്ധി വരണു എന്നല്ല, അങ്ങനെയുള്ള പ്രപഞ്ചത്തിനെ മുഴുവൻ ശുദ്ധമാക്കുന്നു. ബാക്കി എല്ലാവരെയും ശുദ്ധമാക്കാനുള്ളതായിട്ടുള്ള കഴിവ് അവനുണ്ട് എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ അയാൾ ചെയ്യുന്നതൊക്കെ
അങ്ങയിൽ അർപ്പിച്ചുകൊണ്ടാണ്. കർമ്മം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ ആ പ്രവൃത്തികളൊക്കെ അങ്ങയിലാണ് അർപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് അയാൾ വിശ്വം പുനീതേ, വിശ്വത്തെ മുഴുവൻ പാവനമാക്കുന്നു. പുനീതേ പാവനമാക്കുന്നു. വിശ്വം പുനീതേ നതു വിമുഖമനാഹ ത്വൽപദാത് വിപ്രവര്യ. വിപ്രവര്യനാണെങ്കിൽ പോലും നതു വിമുഖമനാഹ, അങ്ങയിൽ വിമുഖമായിട്ടുള്ള മനസ്സോട് കൂടിയവനാണ് എങ്കിൽ അയാൾക്ക് ലോകത്തെ പാവനമാക്കാൻ സാധിക്കില്ല. ബ്രാഹ്മണജാതിയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് വിശ്വത്തെ പാവനമാക്കാൻ സാധിക്കില്ല. സ്വഭാകനാണെങ്കിൽ പോലും അങ്ങയിൽ അർപ്പിക്കപ്പെട്ട മനസ്സുള്ളവനാണ് എങ്കിൽ അയാൾക്ക് പാവനമാക്കാൻ സാധിക്കും. പക്ഷേ അത് വിപ്രവര്യ, വിപ്രവര്യന് പറ്റില്ല. എങ്ങനെയുള്ള വിപ്രവര്യന്? നതു വിമുഖമനാഹ ത്വൽപദാത്, ത്വൽപദാത് വിമുഖമനാഹ, അങ്ങയുടെ പദങ്ങളിൽ നിന്ന് വിമുഖമായിട്ടുള്ള മനസ്സോടുകൂടിയ വിപ്രവര്യന് അത് പറ്റില്ല എന്ന് പറയാണ്. അയാളെ തന്നെ ശുദ്ധീകരിക്കാൻ പറ്റില്ല, പിന്നെയാണോ പ്രപഞ്ചത്തിനെ ശുദ്ധീകരിക്കണത്? അത് അങ്ങയുടെ ഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ, ചെയ്യണ പ്രവൃത്തികൾ അങ്ങയിൽ അർപ്പിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് വിശ്വത്തിനെ എന്നല്ല തന്നെ തന്നെ ഇനി പവിത്രനാക്കാൻ പറ്റില്ല. പിന്നെ വിശ്വത്തിൻ്റെ കാര്യം പറയാനുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ജാതി അല്ല കാര്യം, വിശുദ്ധിക്കുള്ളതായിട്ടുള്ള കാര്യം ജാതിയല്ല, ഭഗവത് ഭക്തി ഒന്ന് മാത്രമാണ് എന്ന് പറയുകയാണ്. ഭഗവാനിൽ സർവകർമ്മങ്ങളും എന്ത് കർമ്മമായാലും അത് ചെയ്യുന്നത് ഭഗവാൻ നിർദ്ദേശപ്രകാരമാണ്, പ്രേരണ കൊണ്ടാണ് എന്നുള്ള ഉറച്ച ബുദ്ധിയോട് കൂടിയിട്ട് ആ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം അതും ഭഗവാനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അത് ചിലപ്പോൾ ദോഷമായിരിക്കാം, പക്ഷെ അതും ഭഗവാന്റെ പ്രേരണ കൊണ്ട് ചെയ്യുന്നതാണ് എന്നുള്ളതായിട്ടുള്ള ബുദ്ധിയോടുകൂടി ഭഗവാന്റെ പ്രേരണ കൊണ്ട് ചെയ്യുന്നതാകുമ്പോൾ നല്ലതല്ലാതെ കണ്ടുള്ളത് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഒരു വിധത്തിൽ അത് നന്മയായി തീരും, നന്മയായിരിക്കും. അതുകൊണ്ടാവും ഭഗവാൻ അങ്ങനെ ചെയ്യിക്കണത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ട് ചെയ്യുന്നവൻ അത് ചണ്ടാലനാണെങ്കിൽ കൂടി അയാൾക്ക് തന്നെ മാത്രമല്ല ലോകത്തെ മുഴുവൻ പാവനമാക്കാനുള്ളതായിട്ടുള്ള കഴിവ് ഉണ്ടാകും. പക്ഷേ അങ്ങയിൽ നിന്ന് വിമുഖനായിട്ടുള്ള ഭഗവത് ഭക്തി ഇല്ലാത്തതായിട്ടുള്ള ഭഗവാനെക്കുറിച്ച് ചിന്ത ഇല്ലാത്തതായിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠനാണെങ്കിൽ പോലും വിപ്രവര്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇത് സാധ്യമല്ല. എന്താ വെച്ചാൽ അദ്ദേഹമൊക്കെ താനാണ് ചെയ്യണത് എന്നുള്ളതായിട്ടുള്ള വിചാരത്തിലാണ് ചെയ്യണത് മുഴുവനെ. ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണത് ഞാൻ തന്നെയാണ് എന്നുള്ള വിചാരത്തിൽ ചെയ്യുമ്പോൾ അയാൾക്ക് ലോകത്തിനെ പാവനമാക്കാൻ ഒരു ശക്തിയും ഇല്ല, കഴിവുണ്ട. തന്നെ ശുദ്ധീകരിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ഇനി ബാക്കിയുള്ളവരെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഭൂമൻ കായേന വാച, ഭൂമൻ സർവശക്തൻ, അതിനൊക്കെ കഴിവുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളതാണ്. ഏത് തരത്തിലും പ്രേരിപ്പിച്ച് ചെയ്യിക്കാനുള്ളതായിട്ടുള്ള കഴിവ് ഭഗവാനുണ്ട്. കായേന വാച, കായം കൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ യദ്യൽ കുർവേ, ഞാൻ എന്തെല്ലാം ചെയ്യുന്നുവോ. ത്വത്ബല പ്രേരിതാത്മാ, എങ്ങനെയാണ് ചെയ്യണത്? ത്വത്ബല പ്രേരിതാത്മാ, അങ്ങയുടെ ശക്തി കൊണ്ട് പ്രേരിതമായിട്ടുള്ള സ്വരൂപത്തോടു കൂടി പ്രേരിതമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതൊക്കെ അസൗ, ഈ ഞാൻ ത്വയി അർപ്പയാമി, അങ്ങയിൽ തന്നെ അർപ്പിക്കുന്നു. ഞാനല്ല ഇത് ചെയ്യുന്നത് എന്നുള്ളതായിട്ടുള്ള ആ ബോധം എനിക്ക് ഉണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ മുഴുവൻ അങ്ങയിൽ തന്നെ ഞാനിതാ അർപ്പിക്കുന്നു. അതായത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ് സർവ്വതും. ഭട്ടതിരിപ്പാടി ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അതൊക്കെ രചിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ ഭഗവാനിൽ തന്നെ അർപ്പിക്കുകയാണ് ഭട്ടതിരിപ്പാട് ചെയ്യുന്നത്. ത്വയി അസൗ അർപ്പയാമി, ഈ ഞാൻ അങ്ങയിൽ എല്ലാം അർപ്പിക്കുന്നു, അങ്ങയ്ക്ക് തന്നെ തരുന്നു ഇതൊക്കെ എന്നാണ്. ജാത്യാബീഹ സ്വഭാഗ, ഈ ജാതി കൊണ്ട് സ്വഭാഗനാണെങ്കിലും ചണ്ടാളനാണെങ്കിലും ജാത്യാബീഹ സ്വഭാഗ ത്വയി നിഹിതമനാഹ, അങ്ങയിൽ ഉറച്ചതായ മനസ്സോടുകൂടി അങ്ങയ്ക്കിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് അങ്ങയിൽ ഉറച്ച മനസ്സോടുകൂടി ത്വയി നിഹിതമനാഹ കർമ്മവാഗ് ഇന്ദ്രിയാർത്ഥ പ്രാണഹ, കർമ്മ വാക്ക് ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങൾ ഇതെല്ലാം ഇന്ദ്രിയാർത്ഥ പ്രാണൻ
ത്വയി നിഹിതം, അങ്ങയിൽ നിഹിതമായിട്ടുള്ള കർമ്മം, വാക്ക്, മനസ്സ് ഇതൊക്കെ അങ്ങയിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട്, അങ്ങനെ പ്രാണനെയും എല്ലാം അങ്ങയിലേക്ക് തന്നെ വിട്ടു തന്നുകൊണ്ട് എന്താണ് ചെയ്യണത്? അയാൾക്ക് വിശ്വം പുനീതേ, അങ്ങനെയുള്ള ആൾക്ക് വിശ്വത്തിനെ മുഴുവൻ പാവനമാക്കി തീർക്കാനുള്ളതായിട്ടുള്ള ശക്തിയുണ്ട്. അത്ര കേവനായിരിക്കും അദ്ദേഹം എന്നാണ് പറയുന്നത്. ചെയ്യണതൊക്കെ അങ്ങയിൽ തന്നെ അർപ്പിക്കുകയാണെങ്കിൽ. ഇനി നതു വിമുഖമനാഹാത്വൽപദാത്, അങ്ങയുടെ പദങ്ങളിൽ നിന്ന്, അങ്ങയുടെ പാദങ്ങളിൽ നിന്ന് വിമുഖനായിട്ടുള്ള വിപ്രവര്യനാണെങ്കിലും, അദ്ദേഹം ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ലോകത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ലോകത്തിനെ പാവനമാക്കാൻ അദ്ദേഹത്തിന് കഴിവില്ല എന്ന് പറയാണ് ആ ശ്ലോകത്തിൽ. ഭൂമൻ കായേന വാചാ മുകുരഭി മനസാ ത്വൽബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസാവർപ്പയാമി ജാത്യാപീഹസ്വപാകസ്ത്വയി നിഹിതമനഃകർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാസ്ത്വദാദ്വിപ്രവര്യ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നിന്നിച്ഛാശക്തി മൂലം മനമുടലുമഹോ വാക്കിനാൽ ചെയ്വതെല്ലാം ഭൂമൻ സർവാത്മനാം നിൻ ചരണയുഗമതിൽ ഞാൻ സമർപ്പിച്ചിടുന്നു. ഭക്തൻ നായാടിയങ്ങിൽ മനവചനമതും പ്രാണകർമ്മേന്ദ്രിയാർത്ഥം ചേർത്താൽ വിശ്വം പവിത്രം തവ പദ വിമുഖർ വിപ്രരാലല്ലതെല്ലും. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.